ഹായ് എല്ലാവർക്കും നമസ്കാരം. ഗവൺമെൻറ് ITI മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അർസൽ ബാബു, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻ്റ് ട്രേഡിലെ ഇൻസ്ട്രക്ടറാണ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ വിവിധ ട്രേഡുകൾക്ക് വേണ്ടി ഞങ്ങൾ തയ്യാറാക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻ്റ് ട്രേഡിൽ സെക്കൻഡ് സെമസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു ടാലി വിത്ത് സ്മാർട്ട് അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യ ഭാഗമായ ബേസിക് അക്കൗണ്ടിംഗ് ആണ്. ബേസിക് അക്കൗണ്ടിങ്ങിൻ്റെ 4ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ബേസിക് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെടുത്തി നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള 1, 2, 3 ഭാഗങ്ങൾ കാണാത്ത ആളുകൾ അവ കാണാൻ ശ്രമിക്കുക. അവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. ഈ 4ാം ഭാഗത്തിൽ പ്രധാനമായും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ്, അക്കൗണ്ട് ലേഔട്ട്, ഡബിൾ എൻട്രി സിസ്റ്റം, ഗോൾഡൻ റൂൾസ് ഫോർ അക്കൗണ്ടിങ്. ഈ 4 ടോപ്പിക്കുമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ പോർഷനാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ക്ലാസ് സസൂക്ഷ്മം വീക്ഷിക്കുക. പാർട്ട് 1, 2, 3 യിലെ ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അവ ദൂരീകരിക്കുക. അതിനുശേഷം 4ലേക്ക്. ഇനി ഓരോ ചവിട്ട് പടിയായിട്ടാണ് നമ്മൾ അക്കൗണ്ട്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അവ ദൂരീകരിച്ച് അടുത്ത ക്ലാസ്സിലേക്ക് കടക്കുക. കഴിഞ്ഞ വീഡിയോകളിൽ അക്കൗണ്ട്സ് എന്താണ്, അക്കൗണ്ടിങ് എന്താണ്, അതിൻ്റെ ലിമിറ്റേഷൻസ്, അതുപോലെ തന്നെ ബേസിക് അക്കൗണ്ടിങ് ടേംസ്, അക്കൗണ്ടിങ് കോൺസെപ്റ്റുകൾ, ഇവയെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഈ ക്ലാസ്സിൽ ആദ്യം തുടങ്ങുന്നത് ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ആണ്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ അക്കൗണ്ട് എന്താണെന്നുള്ളത് 1ാമത്തെ ഭാഗത്തിൽ നമ്മൾ പഠിച്ചതാണ്. എ റെക്കോർഡ് ഓർ എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എ ഫൈനാൻഷ്യൽ എക്സ്പെൻഡിച്ചർ ആൻഡ് ഓർ എ റെസിപ്റ്റ്സ് വിച്ച് ഈസ് റിലേറ്റിംഗ് ടു എ പെർട്ടിക്കുലർ പീരീഡ് ഓർ എ പർപ്പസ്. ഇനി അത്തരത്തിലുള്ള അക്കൗണ്ടുകളെ എങ്ങനെയാണ് തരംതിരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതെല്ലാം ടൈപ്പ് അക്കൗണ്ടുകളാണ് ഈ അക്കൗണ്ടിങ് എന്ന വിഷയത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. അക്കൗണ്ട്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2 മേജർ ടൈപ്സ്. ഈ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് 2 മേജർ ടൈപ്പുകളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അതിൽ 1ാമത്തേത് പേഴ്സണൽ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ ഇംപേഴ്സണൽ. Account can be divided into 2 major types. The first one is personal and impersonal. ഇനി പേഴ്സണൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. Account of a person with whom the business deals are known as personal accounts. These accounts which related to person, it includes individual, partnerships and companies etc. ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഡീലിങ്സ് ഏത് വ്യക്തിഗത അക്കൗണ്ടുകളിലൂടെയാണോ പോകുന്നത് അത്തരത്തിലുള്ള അക്കൗണ്ടുകളെയാണ് നമ്മൾ പേഴ്സണൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസ് എപ്പോഴും വൺ അക്കൗണ്ട് ടു അനദർ അക്കൗണ്ടാണ്. ബിസിനസ് ട്രാൻസാക്ഷൻസ് ആർ ട്രാൻസ്ഫറിങ് ഫ്രം വൺ അക്കൗണ്ട് ടു അനദർ അക്കൗണ്ട്. അതിൽ എന്താ വരുന്നത്? മണി ഓർ മണീസ് വർത്ത് അല്ലേ? ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് പണമോ പണത്തിൻ്റെ മൂല്യമുള്ളതോ ആയിട്ടുള്ള കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡാണ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. അപ്പോൾ ഈ ബിസിനസ് ഡീൽസിന് എപ്പോഴും ഓരോ അക്കൗണ്ടുകൾ ആവശ്യമാണ്. അത്തരത്തിലുള്ള ഏത് നമ്മുടെ ബിസിനസ് ഡീലുകൾ ഏത് തരത്തിലുള്ള അക്കൗണ്ടുകൾ വഴിയാണോ പോകുന്നത്, വ്യക്തിഗത അക്കൗണ്ടുകൾ വഴിയാണോ പോകുന്നത്, അത്തരം അക്കൗണ്ടുകളെയാണ് പേഴ്സണൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ദീസ് അക്കൗണ്ട്സ് റിലേറ്റഡ് ടു എ പേഴ്സൺസ് അല്ലേ, റിലേറ്റഡ് ടു ദ പേഴ്സൺസ്. പ്രത്യേകിച്ച് വ്യക്തികളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പേഴ്സണൽ അക്കൗണ്ട്സ് എപ്പോഴും പറയുക. അത് ചിലപ്പോൾ ഒരു വ്യക്തിയാകാം, ഒന്നിൽ കൂടുതൽ വ്യക്തികളാവാം, അല്ലെങ്കിൽ കമ്പനികളുടെ പേരാവാം. ഇത്തരത്തിലുള്ള അക്കൗണ്ടുകളെ നമ്മൾ പേഴ്സണൽ അക്കൗണ്ട്സ് എന്ന ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിന് എക്സാമ്പിൾസ് ആണ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഡ്രോവിങ്സ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്, ചിത്ര ആൻഡ് കമ്പനി അക്കൗണ്ട്. ഇത്രയും അക്കൗണ്ടുകൾ പേഴ്സണൽ അക്കൗണ്ടുകളുടെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാം. ഇനി ഇതിൽ ഇംപേഴ്സണൽ അക്കൗണ്ട്സിന് വീണ്ടും ഒരു ഫർദർ ക്ലാസിഫിക്കേഷൻ കൂടെ നടത്തുന്നുണ്ട്. ഇപ്പോൾ പേഴ്സണൽ അക്കൗണ്ട്സ് നമ്മൾ പറഞ്ഞു, വ്യക്തിഗത അക്കൗണ്ടുകൾ, വ്യക്തികളെ സൂചിപ്പിക്കുന്ന അക്കൗണ്ടുകളാണ് എന്നുള്ളതാണ്. അതിൽ റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ പേരുകളായിരിക്കാം. ഇനി ഇംപേഴ്സണൽ അക്കൗണ്ട്സ് ക്യാൻ ബി ഫർദർ ഡിവൈഡഡ് ഇൻ ടു 2 types. The first one is the personal account,
ഇംപേഴ്സണൽ അക്കൗണ്ടിനെ നമ്മൾ വീണ്ടും രണ്ടായി ഭാഗിക്കുന്നുണ്ട്. അതിൽ ഒന്ന് റിയൽ അക്കൗണ്ട് ആൻഡ് നോമിനൽ അക്കൗണ്ട്. അക്കൗണ്ട്സിൽ രണ്ടായി തിരിക്കുന്നു, പേഴ്സണൽ, ഇംപേഴ്സണൽ. ഇംപേഴ്സണൽ അഗൈൻ ഡിവൈഡഡ് ഇൻ ടു ടു ടൈപ്സ്, റിയൽ ആൻഡ് നോമിനൽ അക്കൗണ്ട്സ്. അപ്പോൾ ഇതിൽ ഈ റിയൽ അക്കൗണ്ട്സിൽ മേജറായിട്ടും വരുന്നത് അസറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ. നോമിനൽ അക്കൗണ്ട്സിൽ വരുന്നത് എക്സ്പെൻസസ് ആൻഡ് ലോസ്, ഇൻകം, ഗെയിൻസ്, ഇത്രയുള്ള 4 പോർഷൻസാണ് വരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്തതിൽ പഠിക്കാനുണ്ട്. അപ്പോൾ മേജറായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്ന 3 അക്കൗണ്ടുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് പേഴ്സണൽ അക്കൗണ്ട്, 2 റിയൽ അക്കൗണ്ട്, 3 നോമിനൽ അക്കൗണ്ട്. ഈ 3 അക്കൗണ്ടുകളെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അക്കൗണ്ടിങ് വളരെ എളുപ്പത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ക്ലാസ് വളരെയധികം ശ്രദ്ധിച്ചിരിക്കുക. കൂടുതൽ ക്ലാസിഫിക്കേഷൻസ് ഇനി വരുന്നുണ്ട്. അപ്പോൾ ഓരോ ക്ലാസിഫിക്കേഷൻസും എവിടെ നിന്ന് എങ്ങനെ ആയിത്തീരുന്നു എന്നുള്ളത് വളരെയധികം ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ഈ 3 അക്കൗണ്ടുകൾ പേഴ്സണൽ, റിയൽ ആൻഡ് നോമിനൽ അക്കൗണ്ട്സ്. ഇനി ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ കൂടെ വരുന്നുണ്ട്. ആ ക്ലാസിഫിക്കേഷൻ കൂടെ നമുക്ക് നോക്കാം. അക്കൗണ്ട്സിനെ ഞാൻ ആദ്യം ഒന്നുകൂടെ പറയുകയാണ്. അക്കൗണ്ട്സിനെ നമ്മൾ മേജറായിട്ട് 2 അക്കൗണ്ടുകളായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഫസ്റ്റ് വൺ ഈസ് പേഴ്സണൽ ആൻഡ് ഇംപേഴ്സണൽ അക്കൗണ്ട്. ഇതിൽ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രൊപ്പറൈറ്റർ റിലേറ്റഡ് ആയിരിക്കാം, ക്രെഡിറ്റർ, ഡെബിറ്റർ, ഇവരെയൊക്കെ ഉൾപ്പെടുത്തുന്ന ഒരു ഗണമാണ് ഈ പേഴ്സണൽ അക്കൗണ്ട്സ്. ഇനി ഇംപേഴ്സണൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ അതിൽ മേജറായിട്ടും വരുന്നത് റിയൽ അക്കൗണ്ട്സ് ആൻഡ് നോമിനൽ അക്കൗണ്ട്സ് ആണ്. ഈ റിയൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ടും ഇംപേഴ്സണൽ അക്കൗണ്ട്സിൻ്റെ അടുത്ത ക്ലാസിഫിക്കേഷൻസ് ആണ്. അതിൽ തന്നെ റിയൽ എന്ന നോമിനൽ എന്ന മെത്തേഡിൽ, ഈ നോമിനൽ എന്ന അക്കൗണ്ടിൽ എക്സ്പെൻസസ് ആൻഡ് ലോസസും ഇൻകം ആൻഡ് ഗെയിൻസ് ആണ് കൂടുതൽ വരുന്നത്. ഒരു കമ്പനിയുമായി ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ നഷ്ടം, ലാഭം, അതിൻ്റെ വരുമാനം, അതുപോലെ തന്നെ അതിൻ്റെ ചെലവുകൾ, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഈ നോമിനൽ അക്കൗണ്ടിലാണ് നമ്മൾ രേഖപ്പെടുത്തി വയ്ക്കുന്നത്. ഇനി റിയൽ അക്കൗണ്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. റിയൽ അക്കൗണ്ട് ആക്ച്വലി അസറ്റുമായി ബന്ധപ്പെട്ട, ഒരു കമ്പനിയുടെ അസറ്റുമായി ബന്ധപ്പെടുന്ന എല്ലാ കണക്കുകളും നമ്മൾ റിയൽ അക്കൗണ്ട് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇവിടെ റിയൽ അക്കൗണ്ടിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്ത് അസറ്റ്സ് ആൻഡ് ഗുഡ്സ് എന്ന് പറയുന്നുണ്ട്. ഈ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓൺ യൂസിന്, ഒരു ബിസിനസ്സിൻ്റെ ഓൺ യൂസിന് യൂസ് ചെയ്യുന്ന എല്ലാ പർട്ടിക്കുലേഴ്സും ഈ അസറ്റ്സിൽ വരും. ഈ ഗുഡ്സിലാണെങ്കിൽ റീസെയിലിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ റീസെയിലിന് ആവശ്യമായിട്ടുള്ള അസറ്റുകളാണ് ഗുഡ്സിൽ വരുന്നത്. ഇനി ഗുഡ്സിനെ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ്. ഇൻകമിങ് ആൻഡ് ഗുഡ്സ്, ഇൻകമിങ് ഒരു ബിസിനസ്സിലേക്ക് വരുന്ന ഗുഡ്സും ഉണ്ട്, ബിസിനസ്സിൽ നിന്ന് പുറത്ത് പോകുന്ന ഗുഡ്സും ഉണ്ട്. അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻസ്. അപ്പോൾ ഈ ഇൻകമിങ്ങിൽ വരുന്നത് പർച്ചേസ്, ബിസിനസ്സിലേക്ക് വരുന്നത് പർച്ചേസാണ്. അതുപോലെ തന്നെ സെയിൽസ് റിട്ടേൺ, കസ്റ്റമേഴ്സ് ബിസിനസ് റിട്ടേൺ ചെയ്യുന്നത്, നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ള ഏതെങ്കിലും കമ്മോഡിറ്റി കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുന്നു, റിട്ടേൺ ചെയ്യുന്നു. അത് തിരിച്ച് ബിസിനസ്സിലേക്ക് തന്നെ വരുന്നൊരു ഐറ്റം ആയതുകൊണ്ടാണ് ഇൻകമിങ്ങിൽ വരുന്നത്. ഇനി ഔട്ട് ഗോയിങ് എന്നുള്ളതിൽ വരുന്നത് സെയിൽസ് ആൻഡ് പർച്ചേസ് റിട്ടേൺസ് ആണ്. സെയിൽ നമ്മളിൽ നിന്ന് പോകുന്നതാണ്. പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ആരാണോ നമുക്ക് സപ്ലൈ ചെയ്യുന്നത്, നമ്മുടെ സപ്ലയർക്ക് ഏതെങ്കിലും ഡിഫക്റ്റീവ് മെറ്റീരിയൽസിനെ നമ്മൾ റിട്ടേൺ ചെയ്യുന്നു, അപ്പോൾ അതും നമ്മളിൽ നിന്ന് പോവുകയാണ് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഒന്നുകൂടെ നോക്കാം. അക്കൗണ്ട്സ്, major classification, personal and impersonal. Impersonal again further classified into 2, real and nominal. The real again classified as assets and goods. Goods again classified into incoming and outgoing. ഈ ഒരു ഫിഗർ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ ഇതിൽ മേജറായിട്ട് നമ്മൾ എടുക്കുന്നത് പേഴ്സണൽ, റിയൽ ആൻഡ് നോമിനൽ എന്ന് പറയുന്ന അക്കൗണ്ടുകളാണ്. അപ്പോൾ ഇതിൽ തന്നെ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ പ്രൊപ്പറൈറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തിഗതമായിരിക്കാം. അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ്, നമുക്ക് ക്രെഡിറ്റ് തരുന്ന ക്രെഡിറ്റേഴ്സ്, നമ്മളിൽ നിന്നും സാധനങ്ങൾ സ്വീകരിക്കുന്ന ഡെബിറ്റർ, ഇവരെ ബന്ധപ്പെടുന്ന എല്ലാവിധ ട്രാൻസാക്ഷൻസും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഈ പേഴ്സണൽ അക്കൗണ്ട്സ് വഴിയായിരിക്കും. ഇനി റിയൽ അക്കൗണ്ട്സിൽ വരുന്നത് അസറ്റ്സ്, ഗുഡ്സ് അല്ലേ, ഇൻകമിങ് ആയിട്ടുള്ള, ഔട്ട് ഗോയിങ് ആയിട്ടുള്ള, അതല്ലെങ്കിൽ അസറ്റ് റിലേറ്റ് ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ ഈ റിയൽ അക്കൗണ്ടിലാണ് കണക്കാക്കുന്നത്. ഇനി നോമിനൽ അക്കൗണ്ടിൽ ഒരു കമ്പനിയുടെ എക്സ്പെൻസുകൾ, ഇൻകം, അതുപോലെ തന്നെ ലോസസ്, ഗെയിൻസ്,
അപ്പോൾ ഈ ഒരു മേജർ 3 അക്കൗണ്ടുകളെ കുറിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇനി നെക്സ്റ്റ് വരുന്നത്. അപ്പോൾ അവിടെയാണ് കൂടുതൽ ഒരു അക്കൗണ്ടിങ് പ്രൊസീജിയർ നമ്മൾ കണക്കാക്കുന്നത് ഈ 3 അക്കൗണ്ടുകളെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. ഇനി ടൈപ്പ് ഓഫ് അക്കൗണ്ട്സിൽ തന്നെ റിയൽ അക്കൗണ്ട്സ് ആൻഡ് നോമിനൽ അക്കൗണ്ട്സിൻ്റെ ഡെഫിനിഷൻസ് ആണ്. Real accounts are accounts related to the properties and assets which are owned by the business concerned. It includes the tangible and intangible accounts. Example, land, building, goodwill, cash. ഒരു കമ്പനിയുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ ആ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ആ കമ്പനിയിലേക്ക് അതിൻ്റെ നടത്തിപ്പിന് വേണ്ടി നമ്മൾ സമാഹരിക്കുന്ന പ്രോപ്പർട്ടീസിനെ, അസറ്റിനെയൊക്കെ ഈ റിയൽ അക്കൗണ്ട്സുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. അത് ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ലാൻഡ്, ബിൽഡിംഗ്, ഗുഡ്വിൽ, ക്യാഷ്, ഇതെല്ലാം റിയൽ അക്കൗണ്ട്സുമായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഇനി നോമിനൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ നോമിനൽ അക്കൗണ്ട്സ് ആർ വിച്ച് റിലേറ്റഡ് ടു ഇൻകം, ഫസ്റ്റ് വൺ, ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ എക്സ്പെൻസ് ആൻഡ് ഗെയിൻ ആൻഡ് ലോസ്. ഈ 4 കാര്യങ്ങൾ, ഇൻകം, എക്സ്പെൻസ്, ഗെയിൻ, ലോസ് ഓഫ് എ ബിസിനസ് കൺസേൺ. ഒരു ബിസിനസ്സുമായി ബന്ധപ്പെടുമ്പോൾ അതിൻ്റെ വരുമാനം, അതിൻ്റെ ചെലവുകൾ, അതിൽ നിന്നുള്ള നേട്ടങ്ങൾ, അതിൽ നിന്നുള്ള കോട്ടങ്ങൾ അല്ലെങ്കിൽ നഷ്ടങ്ങൾ, ഇത്രയും കാര്യങ്ങൾ ഈ നോമിനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഓരോ നമ്മുടെ ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസിൽ ഇത്തരത്തിലുള്ള ഏത് വിഭാഗം വരുമ്പോഴും അത് നമ്മൾ റിലേറ്റ് ചെയ്യുന്നത് ഈ 3 അക്കൗണ്ട്സിലേക്കായിരിക്കും. ഉദാഹരണമായിട്ട് സാലറി, ഡിവിഡൻഡ്, സെയിൽസ് അക്കൗണ്ട് 3 എണ്ണമാണ്. 1 പേഴ്സണൽ, 2 പേഴ്സണൽ അക്കൗണ്ട്സ്, 2 റിയൽ അക്കൗണ്ട്, 3 നോമിനൽ അക്കൗണ്ട്. അപ്പോൾ 3 വാചകങ്ങൾ അതിൻ്റെ ഡെഫിനിഷനിൽ വരുന്ന മേജറായിട്ടുള്ള പാർട്ട് എന്ന് പറഞ്ഞാൽ 1 പേഴ്സണൽ അക്കൗണ്ട് റിലേറ്റഡ് ടു പേഴ്സൺസ്, ഇൻഡിവിജ്വൽ, പാർട്ട്ണർഷിപ്പ് ഓർ കമ്പനി. ഇൻ റിയൽ അക്കൗണ്ട്സിലാണെങ്കിൽ അസറ്റ്സ് ആൻഡ് ഗുഡ്സ്, അത് ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ. ഇനി നോമിനൽ അക്കൗണ്ട്സിലാണെങ്കിൽ എക്സ്പെൻസ്, ഇൻകം, ഗെയിൻസ് ആൻഡ് ലോസ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇനി അടുത്തുള്ള പോർഷൻസൊക്കെ വളരെ എളുപ്പമായിരിക്കും. അടുത്ത പോർഷൻ ഇനി അക്കൗണ്ടിൻ്റെ, ഇപ്പോൾ നമ്മൾ കുറേ ആയിട്ട് അക്കൗണ്ടുകൾ എന്ന് പറയുന്നത്, പക്ഷേ അതിൻ്റെ ലേഔട്ടിനെ കുറിച്ചൊന്നും ഇതുവരെ സൂചിപ്പിച്ചിട്ടില്ല. ഇപ്പോൾ അക്കൗണ്ടിൻ്റെ ലേഔട്ട് ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് റൂൾസിലേക്കൊക്കെ കിടക്കാം. അക്കൗണ്ട് ലേഔട്ട് എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടിങ്, പ്രിൻസിപ്പിൾ നിയമനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് പ്രകാരം നമുക്ക് വരുന്ന ട്രാൻസാക്ഷൻസിനെ നമ്മൾ എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഒരു പ്രത്യേക ഏത് അക്കൗണ്ടിനും അതിൻ്റേതായിട്ടുള്ളൊരു ലേ ഔട്ട് ഉണ്ട്. അതിൻ്റെ ബെനിഫിറ്റ്സ്, അതിൻ്റെ ഗിവിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് 2 എണ്ണം ഉണ്ട്. നമുക്ക് അറിയാം, ഒരു ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ബെനിഫിറ്റ് റിസീവ് ചെയ്യും, അതുപോലെ തന്നെ ഒരു ബെനിഫിറ്റ് നമ്മൾ ഗിവ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു ട്രാൻസാക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കമ്പനിയിൽ നിന്നും ഒരു സാധനം പുറത്ത് പോകുന്നു അല്ലേ, ഒരു സെയിൽ നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദ പ്രോഡക്റ്റ് വിൽ ഗോസ് ഔട്ട്. നമ്മുടെ പ്രോഡക്റ്റ് എപ്പോഴും പുറത്തേക്ക് പോകുന്നു, മണി എന്ത് ചെയ്യുന്നു, ക്യാഷ് എന്ന് പറയുന്നത് കംസ് ഇൻ. നമ്മുടെ ബിസിനസ്സിലേക്ക് ക്യാഷ് വരികയും സാധനം പുറത്തു പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഇതൊരു അക്കൗണ്ടിനെ റിലേറ്റ് ചെയ്യുന്ന സമയത്ത് 2 സൈഡ്സ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ an account has 2 sides. An account has 2 sides ആണ് പറയുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. An account has 2 sides. ഓരോ അക്കൗണ്ടിനും 2 സൈഡുകളാണുള്ളത്. The left hand side is known as DR or debit side. ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എപ്പോഴും ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അക്കൗണ്ട്സിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു വാചകമാണ്. ഈ അക്കൗണ്ട്സിൽ 2 സൈഡിൽ ഫസ്റ്റ് സൈഡിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയും. അത് ഡെബിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് അക്കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതിന് ഡിനോട്ട് ചെയ്യുന്നത് DR എന്നാണ്. DR എന്ന് കാണുകയാണെങ്കിൽ അതിന് ഡെബിറ്റ് ആണെന്ന് ഇനി മനസ്സിലാക്കണം. ഇനി ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങുകയാണ്. ടേംസിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. ഡെബിറ്റിനെ നമ്മൾ DR എന്നതുകൊണ്ടും ക്രെഡിറ്റിനെ നമ്മൾ CR എന്നതുകൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് നോൺ ആസ് ഡെബിറ്റ് സൈഡ് ആൻഡ് ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ അക്കൗണ്ട് ലേഔട്ട് ഈസ് നോൺ ആസ് ക്രെഡിറ്റ് സൈഡ്. ഓക്കെ, ഇനി അതിൻ്റെ ലേഔട്ടിലേക്ക് കിടക്കാം. ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 3 പോർഷൻസ് ആണുള്ളത്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. ഇവിടെ ബെനിഫിറ്റ്സ് നമുക്ക് റിസീവ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ എഴുതുന്നത്. അതായത് ബെനിഫിറ്റ് റിസീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഡെബിറ്റ് സൈഡ്. ഇനി ബെനിഫിറ്റ് ഗീവ് എന്നുള്ള കൺസെപ്റ്റ്, ബെനിഫിറ്റ് ഇമ്പാർട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്രെഡിറ്റ് സൈഡാണ്. അപ്പോൾ ഈ ഫസ്റ്റ് 3 ടേബിൾസിനെ നമ്മൾ എന്ത് പറയുന്നു,
ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ അടുത്ത 3 സൈഡിനെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ അക്കൗണ്ട് എന്ന് പറയും. ഓക്കെ, ഇതിൽ റിസീവിങ് ആസ്പെക്റ്റ് ഈസ് നോൺ ആസ് ഡെബിറ്റ്. മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടിയാണ്. എന്താണോ നമ്മൾ റിസീവ് ചെയ്യുന്നത് ആ ആസ്പെക്റ്റിനെ ആക്ച്വലി ഇൻ ടേംസ് ഓഫ് അക്കൗണ്ട്സ് ഡെബിറ്റ് എന്ന് പറയും. ഡെബിറ്റ് എൻറ്റേർഡ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദ അക്കൗണ്ട്. ഈ ഡെബിറ്റ് എൻട്രി ചെയ്യുന്നത് ഡെബിറ്റ് സൈഡ് ഓഫ് ദ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ അക്കൗണ്ട്. എപ്പോഴും റിസീവ് ചെയ്യുന്ന ബെനിഫിറ്റുകൾ കംപ്ലീറ്റ് അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്ന ആസ്പെക്ട്സ് കംപ്ലീറ്റ് നമ്മൾ അക്കൗണ്ടിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് അക്കൗണ്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗിവിങ് ആസ്പെക്റ്റ് ഈസ് നോൺ ആസ് ദ ക്രെഡിറ്റ്. ഗിവിങ് ആസ്പെക്റ്റ് ഈസ് നോൺ ആസ് ക്രെഡിറ്റ് വിച്ച് ഈസ് എൻറ്റേർഡ് ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ അക്കൗണ്ട്. അത് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് അക്കൗണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് ഇത് അക്കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ അക്കൗണ്ടിൻ്റെ ലേ ഔട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കണം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, റൈറ്റ് ഹാൻഡ് സൈഡ്. അതിൽ ഒരു റിസീവിങ് ബെനിഫിറ്റ് വരുന്ന പോർഷനെ ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നു. ഇനി റിസീവിങ് ഗിവിങ് ആസ്പെക്ട്സ് ആണെങ്കിൽ അതിനെ ക്രെഡിറ്റ് സൈഡ് എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ അക്കൗണ്ട്. വളരെ സിമ്പിളാണ്. ഈ ലേ ഔട്ട് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മാത്രം മതി. ഇനി അടുത്ത് പറയാനുള്ളത് ഡബിൾ എൻട്രി സിസ്റ്റമാണ്. ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞു അല്ലേ. ഈ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് പറയുമ്പോഴാണ് ഈ ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓരോ ട്രാൻസാക്ഷൻസിനും എന്തുണ്ടായിരിക്കും? ഒരു ഡെബിറ്റ് സൈഡും ഉണ്ട്, ഒരു ക്രെഡിറ്റ് സൈഡും ഉണ്ട് അല്ലേ. ദ പ്രിൻസിപ്പിൾ അണ്ടർ വിച്ച് ബോത്ത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്ട്സ് ആർ റെക്കോർഡഡ്. ഒരു പ്രത്യേക പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിൽ ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ് ഡബിൾ എൻട്രി സിസ്റ്റം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഡബിൾ എൻട്രി. ഒരു പ്രത്യേക റൂളിൻ്റെ അടിസ്ഥാനത്തിൽ ഡെബിറ്റും ക്രെഡിറ്റ്സിനെയും നമ്മൾ റെക്കോർഡ് ചെയ്യും. ഒരു സൈഡ് ഡെബിറ്റ് ആണെങ്കിൽ മറു സൈഡ് എന്തായിരിക്കും? ക്രെഡിറ്റ് ആയിരിക്കും. അതിൽ യാതൊരു തർക്കവുമില്ല. എവറി ഡെബിറ്റ് മസ്റ്റ് ഹാവ് എ ക്രെഡിറ്റ് ആൻഡ് വൈസ് വേഴ്സ. ഓരോ ഡെബിറ്റിനും ഓരോ ക്രെഡിറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓരോ ക്രെഡിറ്റിനും ഓരോ ഡെബിറ്റും ഉണ്ടായിരിക്കും. വൈസ് വേഴ്സ, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പൂരകങ്ങളാണെന്ന് നമുക്ക് പറയാം. ഡെബിറ്റ് സൈഡ് ഉണ്ടെങ്കിൽ നിർബന്ധമായും അതിനൊരു ക്രെഡിറ്റ് സൈഡ് ഉണ്ടായിരിക്കും. ഇങ്ങനെ ഡെബിറ്റും ക്രെഡിറ്റും ഒരു പ്രത്യേക പ്രിൻസിപ്പിളിൻ്റെ അണ്ടറിൽ റെക്കോർഡ് ചെയ്യുന്ന സിസ്റ്റത്തെ പറയുന്നതാണ് ഡബിൾ എൻട്രി സിസ്റ്റം. ഇനി അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ബിസിനസ് ട്രാൻസാക്ഷൻസ് is a transfer of money or money's worth from one account to another account. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒരു ബിസിനസ് ട്രാൻസാക്ഷൻസിൽ പണമോ അല്ലെങ്കിൽ പണത്തിന് മൂല്യമുള്ളതോ ആയിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ഒരു അക്കൗണ്ടിൽ നിന്നും മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇറ്റ് അഫക്ട്സ് ടു അക്കൗണ്ട്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇങ്ങനെ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അത് രണ്ട് അക്കൗണ്ടുകളെ വിപരീത തരത്തിൽ അത് ബാധിക്കും. എങ്ങനെയത്? ഇഫ് വൺ അക്കൗണ്ട് റിസീവ് ബെനിഫിറ്റ് അനദർ അക്കൗണ്ട് ഷുഡ് ഇമ്പാർട്ട് ദ ബെനിഫിറ്റ് അല്ലേ. ഒരു അക്കൗണ്ട് ഒരു ബെനിഫിറ്റിനെ റിസീവ് ചെയ്യുമ്പോൾ മറ്റേ അക്കൗണ്ട് ആ ബെനിഫിറ്റിനെ എന്ത് ചെയ്യും? ഗീവ് ചെയ്യും, ഇവിടുന്ന് വിട്ടുകൊടുക്കും. മനസ്സിലാവുന്നുണ്ടോ? ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നത് ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റേ അക്കൗണ്ടിലേക്കാണ്. അങ്ങനെ നടക്കുന്ന സമയത്ത് ആ രണ്ട് അക്കൗണ്ടുകളെയും വിപരീത തലത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബെനിഫിറ്റ് റിസീവ് ചെയ്യുന്നത് ഒരു അക്കൗണ്ട് റിസീവ് ചെയ്യുമ്പോൾ മറ്റേ അക്കൗണ്ട് ബെനിഫിറ്റിനെ കൊടുക്കുന്നു എന്നുള്ളതാണ്, ഗീവ് ചെയ്യുന്നു എന്നുള്ള ഒരു മെത്തേഡ്. അതിൽ ദ പ്രിൻസിപ്പിൾ ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം ബേസ്ഡ് ഓൺ ദ ഫാക്റ്റ്. ഈ ഡബിൾ എൻട്രി സിസ്റ്റം ആക്ച്വലി ഫോക്കസ് ചെയ്യുന്ന ഒരു ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ ദർ ഈസ് നോ ഗീവിങ് വിത്തൗട്ട് റിസീവിങ് അല്ലേ. ആരെങ്കിലും എന്തെങ്കിലും റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഒരാൾ കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് തിരിച്ചും അതുപോലെ തന്നെയാണ്. ആരെങ്കിലും ഒരാൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കാനും ഒരാൾ ഉണ്ടായിരിക്കും എന്നുള്ള ഒരു പ്രിൻസിപ്പിളാണ്, അല്ലെങ്കിൽ ഒരു കൊടുക്കൽ വാങ്ങിക്കൽ എന്ന് പറയുന്ന ഈ ഒരു ഗിവിങ് ആൻഡ് റിസീവിങ് പോളിസി വർക്കൗട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ ഡബിൾ എൻട്രി സിസ്റ്റം. അത് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ അണ്ടർ വിച്ച് ദ ബോത്ത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്ട്സ് റെക്കോർഡഡ്. ഒരു പ്രത്യേക പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിൽ ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഈ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഇതിന് ഒരു സിംഗിൾ എൻട്രി സിസ്റ്റം ഉണ്ട്. ഇതൊന്നും ഇല്ലാതെ ഈ ഡെബിറ്റും ക്രെഡിറ്റും കാണിക്കാതെ ഉള്ളതിനാണ് സിംഗിൾ എൻട്രി സിസ്റ്റം. അതിന് രണ്ട് സൈഡുകൾ ഉണ്ടാവില്ല, ഒറ്റ സൈഡിലുള്ള അക്കൗണ്ടിങ് പ്രൊസീജിയർ മാത്രമാണ് അത് ഫോളോ ചെയ്യുന്നുള്ളൂ.
അപ്പോൾ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഡബിൾ എൻട്രി സിസ്റ്റമാണ്. അപ്പോൾ ഈ ഡബിൾ എൻട്രി സിസ്റ്റം ചെയ്യുന്നതിനൊക്കെ നമുക്കൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിർബന്ധമായും ആവശ്യമാണ്. അക്കൗണ്ട്സിലെ ഗോൾഡൻ റൂളുകൾ എന്നറിയപ്പെടുന്ന റൂളുകളാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ ടൈപ്സ് ഓഫ് അക്കൗണ്ട്, അതുപോലെ തന്നെ അക്കൗണ്ടിൻ്റെ ലേഔട്ട്, നെക്സ്റ്റ് അക്കൗണ്ടുകളുടെ ഡബിൾ എൻട്രി സിസ്റ്റം, ഇത് രണ്ടും ഈ 3 ടോപ്പിക്കും നമ്മൾ കവർ ചെയ്തു. ഇനി ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഈ റൂളാണ്, റൂൾസ് ഫോർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിനെയാണ് ആക്ച്വലി ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. 3 അക്കൗണ്ടുകൾ നമ്മൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞ അക്കൗണ്ടുകൾ, 1 പേഴ്സണൽ അക്കൗണ്ട്, 2 റിയൽ അക്കൗണ്ട്, 3 നോമിനൽ അക്കൗണ്ട്. ഓരോ അക്കൗണ്ടിലും ഡെബിറ്റിൻ്റെയും ക്രെഡിറ്റിൻ്റെയും റൂൾസ് ഡിഫറെൻ്റ് ആണ്. ബേസിക്കായിട്ട് മനസ്സിലാക്കുക. ഡെബിറ്റ്, ക്രെഡിറ്റ്, ഒന്ന് റിസീവ് ചെയ്യുന്നു, ഒന്ന് ബെനിഫിറ്റ് ഗിവ് ചെയ്യുന്നു. ഈ 2 കൺസെപ്റ്റിലും ഓരോ അക്കൗണ്ടിലേക്ക് എത്തുമ്പോഴും അതിൻ്റെ മെത്തേഡുകൾ വ്യത്യസ്തമാണ്. ആ മെത്തേഡുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഏത് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, ഏത് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോഴും എനിക്ക് തോന്നുന്നു +2 കഴിഞ്ഞ ആളുകൾ, അതുപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞ ആളുകൾ, അക്കൗണ്ട്സിൽ നല്ല ക്വാളിറ്റി ഉള്ള ആളുകൾക്ക് പോലും വ്യക്തമായിട്ട് ഇപ്പോഴും എന്താണ് ഡെബിറ്റ്, എന്താണ് ക്രെഡിറ്റ്, ഏത് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം എന്നൊന്നും അറിയാത്തൊരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഈ ക്ലാസ് വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറേ കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഏതാണ് ഡെബിറ്റ് അല്ലെങ്കിൽ ഏതാണ് ക്രെഡിറ്റ് എന്നുള്ള ധാരണ നമുക്കുണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പേഴ്സണൽ അക്കൗണ്ടാണ് ഞാൻ പറയുന്നത്. പേഴ്സണൽ അക്കൗണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റിൽ ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗീവർ. പേഴ്സണൽ അക്കൗണ്ടിൻ്റെ കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിൻ്റെ മെത്തേഡിൽ വരുന്ന റൂൾ എന്ന് പറഞ്ഞാൽ, പേഴ്സണൽ അക്കൗണ്ട് ആണെന്ന് നമ്മൾ തെളിഞ്ഞാൽ നമുക്ക് വരുന്ന ട്രാൻസാക്ഷൻസിൽ പേഴ്സണൽ അക്കൗണ്ടിലുള്ള ഏതെങ്കിലും അക്കൗണ്ടുകൾ വന്നാൽ ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗീവർ. റിസീവർ ആയിട്ടുള്ള പോർഷനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഗീവർ ആയിട്ടുള്ള പോർഷനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഇനി റിയൽ അക്കൗണ്ട്സിൻ്റെ ടേംസിലേക്ക് വരുമ്പോൾ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഒരു റിയൽ അക്കൗണ്ട് കൺസെപ്റ്റ് നമ്മൾ നോക്കുമ്പോൾ റിയൽ അക്കൗണ്ടുമായി ബന്ധപ്പെടുന്ന അക്കൗണ്ടുകളാണ് വരുന്നതെങ്കിൽ, എന്ന് വെച്ചാൽ അസറ്റ് അല്ലെങ്കിൽ ഗുഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ട്സുകളാണ് ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നതെങ്കിൽ ആ ട്രാൻസാക്ഷനിൽ എന്തെങ്കിലും നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. നമ്മുടെ ബിസിനസ്സിൽ നിന്നും പുറത്തു പോകുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു അക്കൗണ്ടിനെ റിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ പേഴ്സണലിൽ ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗീവർ. റിയലിൽ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഇനി നോമിനൽ അക്കൗണ്ടിൽ വരുന്നത് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്. നേരത്തെ പറഞ്ഞു നോമിനൽ അക്കൗണ്ട്സിൽ വരുന്നത് എന്താ, എക്സ്പെൻസ്, ലോസ്, ഇൻകം, ഗെയിൻ അല്ലേ. നോമിനൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസ്, എല്ലാ നഷ്ടങ്ങളും എല്ലാ ചെലവുകളും ഡെബിറ്റ് ചെയ്യുക. ക്രെഡിറ്റ് ചെയ്യുന്നതോ ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻസ്, വരുമാനങ്ങളും അതുപോലെ തന്നെ നേട്ടങ്ങളുമൊക്കെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ഈ റൂള് നിർബന്ധമായിട്ടും പഠിക്കണം. ഓരോ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അതിന് ഏത് റൂൾ വരുന്നു, റിയൽ എന്ന് പറയുമ്പോൾ ഏത് റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്, നോമിനൽ എന്ന് പറയുമ്പോൾ ഏത് റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. പേഴ്സണൽ അക്കൗണ്ട് എൻ്റെ കൂടെ ഒന്ന് പറയാൻ ശ്രമിക്കുക. പേഴ്സണൽ അക്കൗണ്ട്സ് ആണെങ്കിൽ അക്കൗണ്ട് പേഴ്സണൽ, ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗീവർ. റിയൽ അക്കൗണ്ടിൽ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. നോമിനൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആൻഡ് ക്രെഡിറ്റ് all income and gains. Once again, personal, debit the receiver, credit the giver. Real account, what debit what comes in, credit what goes out. Nominal account, debit all expenses and losses, credit all incomes and gains. ഇനി ഇതിൻ്റെ ഓരോ ഉദാഹരണം കൂടെ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഒന്നാമത്തെ പേഴ്സണൽ അക്കൗണ്ടിൻ്റെ എങ്ങനെയാണ് അതിലുള്ള എക്സാമ്പിൾസ് ഒന്നൊന്ന് ചെക്ക് ചെയ്യാം. പേഴ്സണൽ അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതിൻ്റെ എക്സാമ്പിൾസ് പറയുമ്പോൾ വിജയ് ഒരാളുടെ പേരിൽ ഒരു വ്യക്തിഗത അക്കൗണ്ടാണ്, മുരുകൻ ആൻഡ് ബ്രോസ് അക്കൗണ്ട്. മുരുകൻ ആൻഡ് ബ്രോസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ നെയിമാണ് അവരുടെ അക്കൗണ്ട്. XYZ കമ്പനി ആൻഡ് ലിമിറ്റഡ് അക്കൗണ്ട്. ഇതെല്ലാം പേഴ്സണൽ റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടുകളാണ്. ഇതൊക്കെ വ്യക്തിഗതമായിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡിവിജ്വലി അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ്
അതല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടുകളാണ്. അത്തരം അക്കൗണ്ടുകളെ നമ്മൾ പേഴ്സണൽ അക്കൗണ്ട്സ് എന്ന ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അതിൻ്റെ റൂൾ എന്ന് പറയുന്നത് ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ എന്നുള്ളത് പേഴ്സണൽ അക്കൗണ്ട്സിൻ്റെ റൂൾ ഫോർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആണ്. ഇനി അതിലൊരു ട്രാൻസാക്ഷൻ എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്യാം. സോൾഡ് ഗുഡ്സ് ടു സെൽവൻ ഓൺ ക്രെഡിറ്റ് ₹1100. സെൽവന് 1100 ക്രെഡിറ്റിൽ കുറച്ച് സാധനങ്ങൾ വിറ്റു. ഇതാണ് ഒരു ട്രാൻസാക്ഷൻ. ഇത്തരത്തിൽ ട്രാൻസാക്ഷൻ വരുന്ന സമയത്ത് ഈ റൂള് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് അക്കൗണ്ടാണ്. സെൽവൻ, ഇവിടെ സെൽവൻ എന്ന് പറയുന്നതാണ് ഒരു പേഴ്സൺ അല്ലേ, ഒരു വ്യക്തിഗതമായി പറയാൻ പറ്റുന്ന ഒരു അക്കൗണ്ടായിട്ട് നമുക്ക് ഇതൊന്ന് സെൽവനെ എടുക്കാം. അപ്പോൾ നമ്മൾ എന്ത് ട്രാൻസാക്ഷൻസ് കിട്ടിക്കഴിഞ്ഞാലും അതിലാദ്യം അക്കൗണ്ടുകളെ കാണണം. ആ അക്കൗണ്ടുകളെ കാണുന്ന മെത്തേഡൊക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ, ഇനി വരാൻ പോകുന്ന ക്ലാസ്സിൽ ജേർണലൈസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് നമ്മൾ പഠിക്കുന്നുണ്ട്. വളരെ വൃത്തിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ വ്യക്തിഗത അക്കൗണ്ടുകൾ മാത്രം, ഒരു അക്കൗണ്ടിനെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോൾഡ് ഗുഡ്സ് ടു സെൽവൻ ഓൺ ക്രെഡിറ്റ് ₹1100. കുറച്ച് ഗുഡ്സ് മെറ്റീരിയൽസ്, ചരക്ക് സാധനങ്ങൾ സെൽവന് ക്രെഡിറ്റ് ബേസിസിൽ 1100 രൂപയ്ക്ക് നമ്മൾ വിറ്റു എന്നുള്ളതാണ് ആദ്യം ഒരു ട്രാൻസാക്ഷൻ. ആ ട്രാൻസാക്ഷനിൽ നമ്മൾ കണ്ടെത്തുന്നത് എന്താ, ഇതിൽ പേഴ്സണൽ അക്കൗണ്ട്സ് ഏതാണ്? പേഴ്സണൽ അക്കൗണ്ട് ആയിട്ട് ഏതാ പറയേണ്ടത്? സെൽവൻ അക്കൗണ്ടാണ് പേഴ്സണൽ. പേഴ്സൺ അല്ലേ, ഈ സെൽവൻ അക്കൗണ്ട് റിസീവ്സ് എ ബെനിഫിറ്റ് ആൻഡ് ഹെൻസ് ഷുഡ് ബി ഡെബിറ്റ്. ഇവിടെ ഗുഡ്സ് റിസീവ് ചെയ്യുന്നത് ആരാ? സെൽവൻ ആണ് റിസീവ് ചെയ്യുന്നത്. സെൽവൻ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റൂള് നമ്മൾ അപ്ലൈ ചെയ്യുന്നു, ഡെബിറ്റ് ദ റിസീവർ. ആരാണോ റിസീവ് ചെയ്യുന്നത് ആ റിസീവറെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. സോ സെൽവൻ അക്കൗണ്ട് ഷുഡ് ബി ഡെബിറ്റഡ്. വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് ക്രെഡിറ്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നും കൂടെ നോക്കാം. ക്രെഡിറ്റ് ആയിട്ട് ബന്ധപ്പെടുന്നത് ബോട്ട് ഗുഡ്സ് ഫ്രം സോമു ഓൺ ക്രെഡിറ്റ് ഓഫ് ₹1700. സോമുവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ച് ഗുഡ്സ് വാങ്ങിക്കുന്നു അല്ലേ. നമ്മൾ കുറച്ച് ഗുഡ്സ് സോമു എന്ന് പറയുന്ന ആളിൽ നിന്നും കുറച്ച് ഗുഡ്സ് വാങ്ങിക്കുന്നു. അത് ക്രെഡിറ്റ് ബേസിസിലാണ്, പൈസ ഇപ്പോൾ കൊടുക്കുന്നില്ല. ഇപ്പോൾ ക്രെഡിറ്റിലാണ്, ഓൺ ക്രെഡിറ്റിൽ 1700 രൂപയുടെ സാധനമാണ് വാങ്ങിക്കുന്നത്. ഇവിടെ പേഴ്സണൽ അക്കൗണ്ടായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് സോമു എന്ന് പറയുന്ന ആളുടെ അക്കൗണ്ടാണ്. സോമു എന്ന് പറയുന്ന ആളുടെ അക്കൗണ്ടാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. സോമു എന്ത് ചെയ്യുന്നു? ഒരു ബെനിഫിറ്റ് ഗീവ് ചെയ്യുകയാണ് അല്ലേ. സോമു അക്കൗണ്ട് ഗീവ്സ് എ ബെനിഫിറ്റ് ആൻഡ് ഹെൻസ് ഷുഡ് ബി ക്രെഡിറ്റഡ്. ആരാണോ ഗിവ് ചെയ്യുന്നത്, ആരാണോ കൊടുക്കുന്നത്, ക്രെഡിറ്റ് ദ ഗീവർ എന്നുള്ള റൂൾ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യണം. ആരാണോ ഈ പേഴ്സണൽ അക്കൗണ്ട്സ് റിലേറ്റ് ചെയ്തുകൊണ്ട് കൊടുക്കുന്നത് അവരെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ആരാണോ റിസീവ് ചെയ്യുന്നത് അവരെ ഡെബിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒന്നാമത്തേത് സെൽവൻ എന്ത് ചെയ്യുന്നു? സെൽവൻ സാധനം കൊടുക്കുകയാണ്, അതുകൊണ്ട് റിസീവ് ചെയ്യുകയാണ്. റിസീവ് ചെയ്യുന്നത് കൊണ്ട് സെൽവൻ എന്ന് പറയുന്ന ആളുടെ അക്കൗണ്ടിന് സെൽവൻ അക്കൗണ്ട് ഷുഡ് ബി ഡെബിറ്റഡ്. ഇവിടെ സോമു എന്ന് പറയുന്ന ആൾ ഗുഡ്സ് കൊടുക്കുകയാണ് അല്ലേ. നമ്മൾ വാങ്ങിക്കുന്ന ആരിൽ നിന്നാണ്? സോമുവിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ സോമുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൊടുക്കുന്നു എന്നുള്ളതാണ്. സോമു അക്കൗണ്ട്സ് ഗീവ് എ ബെനിഫിറ്റ് ആൻഡ് ഹെൻസ് ഷുഡ് ബി ക്രെഡിറ്റഡ്. അപ്പോൾ ഇവിടെ ആരാണോ റിസീവ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, ആരാണോ കൊടുക്കുന്നത് അവരുടെ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ഇത് കുറച്ചുകൂടെ നല്ല എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് കുറേ കൂടെ മനസ്സിലാവും. ഇപ്പോൾ ഈ 1-2 എക്സാമ്പിൾസ് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്യുക. അപ്പോൾ വ്യക്തിഗത അക്കൗണ്ടുകളിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു റൂളുണ്ട്. ആ റൂളിൽ ആരാണോ ബെനിഫിറ്റ്സ് റിസീവ് ചെയ്യുന്നത് അവരുടെ അക്കൗണ്ട് നിർബന്ധമായിട്ടും ഡെബിറ്റ് ചെയ്യണം. ആരാണോ ഗിവ് ചെയ്യുന്നത് അവരുടെ അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അത്രയും ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി റിയൽ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. റിയൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അസറ്റ് റിലേറ്റഡ് ആണ്. അസറ്റിൽ ഏതൊക്കെ വരുന്നുണ്ട്? ലാൻഡ് വരും, മെഷീനറി വരും, ബിൽഡിംഗ് വരും, ക്യാഷ് വരും. ഇത്രയും കാര്യങ്ങളൊക്കെ എക്സാമ്പിൾസ് ആണ്. ഇതിൽ കൂടുതൽ വരുന്നുണ്ട്. ഗുഡ്സ് വരും, അസറ്റ്സ്, ഇതെല്ലാം ക്യാഷും ഈ റിയൽ അക്കൗണ്ട്സിലാണ് വരുന്നത്. ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ റിയൽ അക്കൗണ്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന എല്ലാ അക്കൗണ്ടുകളും ട്രീറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഈ റിയൽ അക്കൗണ്ട്സിലാണ്. ഇനി റിയൽ അക്കൗണ്ട്സിൻ്റെ റൂൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ബിസിനസ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ബെനിഫിറ്റ് തന്നെ, ബെനിഫിറ്റ് ബിസിനസ്സിലേക്ക് വരികയാണെങ്കിൽ ആ അക്കൗണ്ടിന് എന്ത് ചെയ്യണം?
ഡെബിറ്റ് ചെയ്യണം. ഇനി ബിസിനസ്സിൽ നിന്നും എന്തെങ്കിലും പോവുകയാണെങ്കിൽ ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, എന്തെങ്കിലും പുറത്തേക്ക് പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ്. അതിനൊരു എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ബോട്ട് 5 ചെയർസ് ഫർണിച്ചർ ഫ്രം ഗോദ്രേജ് കമ്പനി ₹500 പെർ ചെയർ ഓൺ ക്രെഡിറ്റ്. 500 രൂപ വില വരുന്ന 5 ചെയറുകൾ ക്രെഡിറ്റ് ബേസിസിൽ നമ്മൾ ഗോദ്രേജ് കമ്പനിയിൽ നിന്നും പർച്ചേസ് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ചെയർ എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത്, ചെയർ എന്ന് പറയുന്നത് ഫർണിച്ചർ അക്കൗണ്ടിലാണ് വരിക. മനസ്സിലാക്കുക. ചെയർ അതുപോലെയുള്ള സാധന സാമഗ്രികളൊക്കെ ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് എപ്പോഴും നമ്മൾ ക്രിയേറ്റ് ചെയ്യും ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അത്തരത്തിലുള്ള ഫർണിച്ചർ അക്കൗണ്ടിലാണ് ചെയറുകൾ, ടേബിളുകൾ, അതുപോലെ തന്നെ മറ്റ് ടേബിൾസൊക്കെ നമ്മൾ അതിലാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെ ചെയർ എന്ന് പറഞ്ഞൊരു പുതിയൊരു അക്കൗണ്ട് നമ്മൾ തുടങ്ങേണ്ട കാര്യമില്ല. അവിടെ ഫർണിച്ചർ അക്കൗണ്ട് ഓൾറെഡി അത് നിലവിലുള്ളതാണ്. ഓക്കെ, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ഈ ഫർണിച്ചർ അക്കൗണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഫർണിച്ചർ അക്കൗണ്ടിലാണ് എന്ത് ചെയ്യേണ്ടത്. അപ്പോൾ ഫർണിച്ചർ വർത്ത് എന്ന് പറയുന്നത് ഏകദേശം 2500 രൂപ. 5 ചെയറിന് 500 രൂപ നിരക്കിൽ 2500 രൂപ നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞാൽ സംതിങ് കംസ് ഇൻ ടു ദ ബിസിനസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സിൻസ് ദ ഫർണിച്ചർ ഹാസ് കം ഇൻ, അല്ലേ, ആ ഫർണിച്ചർ നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്നത് കൊണ്ട് ഫർണിച്ചർ അക്കൗണ്ട് ഷുഡ് ബി ഡെബിറ്റഡ്. എങ്ങനെയാണ്? ബേസ്ഡ് ഓൺ ദ റൂളാണ്. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, നമ്മുടെ ബിസിനസ്സിലേക്ക് എന്തെങ്കിലും വരികയാണെങ്കിൽ അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രയാസം തോന്നുന്നത് എങ്ങനെയാണ് ഈ ഫർണിച്ചർ അക്കൗണ്ട് കിട്ടി എന്നുള്ളതല്ലേ. ഇനി അത് ജേർണലൈസ് എന്ന് പറയുന്ന ഒരു പോർഷൻ വരുമ്പോൾ കുറേ കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. അതല്ലെങ്കിൽ ഇതിൻ്റെ കുറേ എക്സാമ്പിൾസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ കുറേ എക്സാമ്പിൾസ് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതൊക്കെ അക്കൗണ്ടുകൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ട്രാൻസാക്ഷനിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് കുറേ കൂടെ വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷനിൽ ഫോക്കസ് ചെയ്യുക. 5 ചെയറുകൾ ഗോദ്രേജ് കമ്പനിയിൽ നിന്ന് 500 രൂപ നിരക്കിൽ ക്രെഡിറ്റ് ബേസിൽ നമ്മൾ പർച്ചേസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ 2500 രൂപയുടെ ഒരു വർത്തുള്ള ഒരു ഐറ്റം നമ്മുടെ ബിസിനസ്സിലേക്ക് വന്നു. ബിസിനസ്സിലേക്ക് വന്നതുകൊണ്ട് അതൊരു അസറ്റുമായതുകൊണ്ട് എന്ത് ചെയ്യണം, അത് റിയൽ അക്കൗണ്ട്സ് എന്നുള്ള കാറ്റഗറിയിൽ വരും. സോ റിയൽ അക്കൗണ്ട്സിൻ്റെ റൂൾ എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. അങ്ങനെ വരുമ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് നമ്മൾ നിർബന്ധമായിട്ടും ഡെബിറ്റ് ചെയ്യണം. ഇനി നമുക്കൊരു ക്രെഡിറ്റും കൂടെ നോക്കാം. സെയിൽ ഓഫ് ഗുഡ്സ് ടു സെൽവൺ ഓൺ ക്രെഡിറ്റ് 1100. നേരത്തെ പറഞ്ഞിട്ടുള്ളതിൻ്റെ ക്രെഡിറ്റ് സൈഡാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. കുറച്ച് ഗുഡ്സ് സെൽവന് എന്ത് ചെയ്തു, അല്ലേ, സെയിൽ ഓഫ് ഗുഡ്സ് ടു സെൽവൻ. നമ്മൾ സെൽവൻ എന്ത് ചെയ്തു, കുറച്ച് ഗുഡ്സ് കൊടുത്തു, അല്ലേ. നമ്മളിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് കുറച്ച് ഗുഡ്സ് നിങ്ങൾ സെൽവന് കൊടുത്തു ഓൺ ക്രെഡിറ്റ് ബേസിസ്. ക്രെഡിറ്റ് ബേസിസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്യാഷ് കിട്ടിയിട്ടില്ല, ബട്ട് യു വിൽ ഗെറ്റ് ദ ക്യാഷ് ഇൻ ഫ്യൂച്ചർ. 1100 രൂപയാണ് ആ ഗുഡ്സിൻ്റെ വാല്യൂ. അപ്പോൾ അത് ആക്ച്വലി എന്താണത്, ദ ഗുഡ്സ് ഹാവ് ഗോൺ ഔട്ട് ഫ്രം ദ ബിസിനസ്, അല്ലേ. നിങ്ങളുടെ ബിസിനസ്സിൽ നിന്നും കുറച്ച് ഐറ്റംസ് എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് പറയുന്നുണ്ട് സെയിൽ ഓഫ് ഗുഡ്സ് ആണ്, വേറെ മെൻഷൻ ഒന്നും ചെയ്യുന്നില്ല. വേറെ ഒന്നും മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് അത് സെയിൽ അക്കൗണ്ടായിട്ട് മാറും. സെയിൽ അക്കൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ ക്രെഡിറ്റ് ചെയ്യണം. കാരണം എന്താ, ബേസ്ഡ് ഓൺ ദ റൂൾ ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. നിങ്ങളുടെ ബിസിനസ്സിൽ നിന്നും എന്തെങ്കിലും പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് ഒന്ന് സെൽവൻ എന്ന് പറയുന്നത് എന്താ, അതൊരു പേഴ്സണൽ അക്കൗണ്ടാണ്. ഇവിടെ സെയിൽ എന്ന് പറയുന്നത് ഏത് അക്കൗണ്ടിലാണ് വരുന്നത്, റിയൽ അക്കൗണ്ടിലാണ് സെയിൽ വരുന്നത്, അല്ലേ. അപ്പോൾ ഈ സെയില് എന്ന് പറയുന്നത് ബിസിനസ്സിൽ നിന്നും കുറച്ച് സാധനങ്ങൾ പുറത്തേക്ക് പോകുന്നു എന്നുള്ളത് കൊണ്ട് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, അതുകൊണ്ട് സെയിൽ അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. നേരത്തെ ഗോദ്രേജ് കമ്പനിയുടെ കൺസെപ്റ്റിൽ ഫർണിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് ആ ഫർണിച്ചർ നമ്മുടെ കമ്പനിയിലേക്ക് വരുന്നത് കൊണ്ടാണ് നമ്മൾ ഡെബിറ്റ് ചെയ്തത്. ഇപ്പോൾ 2 എണ്ണം മനസ്സിലാക്കി. ഒന്ന് പേഴ്സണൽ അക്കൗണ്ട്, 2 റിയൽ അക്കൗണ്ട്സ്. ഇനി മൂന്നാമത് വരുന്നത് നോമിനൽ അക്കൗണ്ട്സ്. ഈ നോമിനൽ അക്കൗണ്ട്സിൽ നമുക്കറിയാം നമ്മുടെ എക്സ്പെൻസസ്, ഇൻകം, ലോസസ് ആൻഡ് ഗെയിൻസ്, ഈ 4 കാര്യങ്ങളാണ് ഈ നോമിനൽ അക്കൗണ്ടിലേക്ക് വരുന്നത്. ഈ നോമിനൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻസ്. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻസ്. ഇത് നിർബന്ധമായിട്ടും പഠിച്ചേ പറ്റും. ഈ റൂൾസുകൾ നമുക്ക് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ബൈ ഹാർട്ട് ചെയ്യണം. അതിൻ്റെ മെത്തേഡ്സ്, അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ പ്രോസസ്സ് എന്നുള്ളത്, എങ്ങനെയാണ് അതിൻ്റെ അക്കൗണ്ടിങ് എന്നുള്ളതൊക്കെ മനസ്സിലാകണമെങ്കിൽ
നിർബന്ധമായും ഈ റൂള് നമുക്ക് ബൈഹാർട്ടായിരിക്കണം. അക്കൗണ്ടുകളെ കാണുമ്പോൾ, ഒരു ട്രാൻസാക്ഷനെ കാണുമ്പോൾ അതിൽ നിന്നും അക്കൗണ്ടുകളെ വേർതിരിക്കാനും ഈ റൂൾ അപ്ലൈ ചെയ്യാനും അതനുസരിച്ചുകൊണ്ട് അക്കൗണ്ടുകളെ ഡെബിറ്റ് ചെയ്യാനും ക്രെഡിറ്റ് ചെയ്യാനും മനസ്സിലാക്കിയാൽ മാത്രമേ അക്കൗണ്ട്സ് വളരെ സ്മൂത്തായിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. സോ ഇനി നോമിനൽ അക്കൗണ്ട്സിൽ ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. അതിൻ്റെ മെത്തേഡിൽ വരുമ്പോൾ എക്സാമ്പിൾസിലേക്ക് ഒന്ന് കിടക്കാം. എക്സാമ്പിളായിട്ട് പറയുന്നത് പെയ്ഡ് സാലറി ₹10,000. നമ്മുടെ കമ്പനിയിൽ നിന്ന്, നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് 10,000 രൂപ സാലറി ആയിട്ട് പേ ചെയ്തു എന്ന് പറയുമ്പോൾ സാലറി ഈസ് ആൻ എക്സ്പെൻസ് അക്കൗണ്ട് അല്ലേ? നമുക്കറിയാം സാലറി കൊടുക്കുക എന്നുള്ളത് ഒരു എക്സ്പെൻസ് ആണ്. അതൊരു എക്സ്പെൻസ് അക്കൗണ്ടായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഇവിടെ എക്സ്പെൻസ് വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? എക്സ്പെൻസ് ലോസസ് ഒക്കെ വരുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. സോ സാലറി അക്കൗണ്ട് ഷുഡ് ബി ഡെബിറ്റ്. ഇപ്പോൾ സാലറി എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ടായിരിക്കും. കാരണം ആ അക്കൗണ്ടിലാണ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കുള്ള സാലറി നമ്മൾ പേ ചെയ്യുന്നത്. സോ സാലറി അക്കൗണ്ട് ഷുഡ് ബി ഡെബിറ്റഡ്. ഇനി റിസീവ്ഡ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഗിവൺ ടു ബൈജു ₹550. നമുക്കൊരു ഇൻട്രസ്റ്റ് ലഭിക്കുന്നു. അതെങ്ങനെയാ? നമ്മുടെ കമ്പനി ഒരു ലോൺ കൊടുത്തിട്ടുണ്ട്. ബൈജു എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു ലോൺ കൊടുത്തിരുന്നു. അതിൻ്റെ ഒരു ലോണിൻ്റെ ഒരു ഇൻട്രസ്റ്റ് 550 രൂപ നമുക്ക് റിസീവായി. ഇങ്ങനെ വരുമ്പോൾ ഈ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ആക്ച്വലി എന്താണ്? നമ്മുടെ ഒരു ഗെയിനായിട്ട് നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻകം ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. സോ ഇൻട്രസ്റ്റ് ഈസ് ആൻ ഇൻകം ടു ദ ബിസിനസ് അല്ലേ? ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു ഇൻകമാണ്. ഹെൻസ് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഷുഡ് ബി ക്രെഡിറ്റഡ് ബേസ്ഡ് ഓൺ ദ റൂൾ. എപ്പോഴും നമ്മൾ റൂൾസിന് ബേസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ട്രാൻസാക്ഷൻസ് ജേർണലൈസ് ചെയ്യുന്നത്. ജേർണലൈസ് എന്ന് പറഞ്ഞാൽ അടുത്ത പോർഷനാണ്. എങ്ങനെയാണ് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് തീരുമാനിക്കുന്നത് ബേസ്ഡ് ഓൺ ദ റൂൾസ് ആണ്. ഇപ്പോൾ ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസോ എക്സ്പെൻസസോ വരുമ്പോൾ ആ അക്കൗണ്ടുകളെ ഡെബിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് ചെയ്യുന്ന സമയം ഏതാണ്? ഇൻകം ആൻഡ് ഗെയിൻസ് വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഗോൾഡൻ റൂൾ മനസ്സിലാക്കി വെക്കുക. ഗോൾഡൻ റൂൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഏതാ ഗോൾഡൻ റൂൾ വരുന്നത്? പേഴ്സണൽ അക്കൗണ്ട്സിനാണെങ്കിൽ ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗീവർ. ഇനി റിയൽ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഇനി നോമിനൽ അക്കൗണ്ട്സിലേക്ക് വരുമ്പോൾ ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻസ്. ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. അപ്പോൾ നമ്മളൊരു 4 ടോപ്പിക്കുകളാണ് ഇതിൽ ചർച്ച ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് ആണ്. ടൈപ്പ് ഓഫ് അക്കൗണ്ടിൽ, ഈ ടൈപ്സ് ഓഫ് അക്കൗണ്ട്സിൽ 3 അക്കൗണ്ടുകളാണ് നമ്മൾ മേജറായിട്ട് പഠിച്ചത്. അതിൻ്റെ ഫർദർ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ആ ഫിഗർ നോക്കിയാൽ കിട്ടാവുന്നതാണ്. ഫർദർ ക്ലാസിഫിക്കേഷനിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ആദ്യത്തെ 3 ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ അക്കൗണ്ട്സ്, അതുപോലെ റിയൽ അക്കൗണ്ട്, നെക്സ്റ്റ് നോമിനൽ അക്കൗണ്ട്. ഇതാണ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സിൽ മേജറായിട്ടും നമ്മൾ പഠിച്ചിട്ടുള്ളത്. പേഴ്സണൽ, വ്യക്തിപരമായിട്ടുള്ള വ്യക്തിഗത അക്കൗണ്ടുകളായിട്ട് റിലേറ്റ് ചെയ്യുന്ന പേഴ്സണൽ അക്കൗണ്ട്സ്. റിയൽ എന്ന് പറഞ്ഞാൽ അസറ്റ്സ് ആൻഡ് ഗുഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുമായി ബന്ധപ്പെടുന്ന പർട്ടിക്കുലേഴ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് അസറ്റ്സിൽ വരുന്നതാണ് റിയൽ. നോമിനൽ എക്സ്പെൻസ്, ഇൻകം, ലോസസ് ആൻഡ് ഗെയിൻസ് റിലേറ്റ് ആയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ഈ പറയുന്ന നോമിനൽ അക്കൗണ്ട്സ് എന്ന കാറ്റഗറിയിലാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ ചർച്ച ചെയ്തത് അക്കൗണ്ടിൻ്റെ ഒരു ലേ ഔട്ട് എങ്ങനെയാണ് അല്ലേ? അക്കൗണ്ടിന് ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉണ്ട്, ഒരു റൈറ്റ് ഹാൻഡ് സൈഡ് ഉണ്ട്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിന് ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നു, റൈറ്റ് ഹാൻഡ് സൈഡിന് ക്രെഡിറ്റ് സൈഡ് എന്ന് പറയുന്നു അല്ലേ? നെക്സ്റ്റ് ഡബിൾ എൻട്രി സിസ്റ്റം. ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ ഓരോ ട്രാൻസാക്ഷൻസിനും ഒരു ഡെബിറ്റ് സൈഡും ഒരു ക്രെഡിറ്റ് സൈഡും ഉണ്ടാവും. അത് 2 അക്കൗണ്ടുകളെയാണ് എന്ത് ചെയ്യുന്നത്? അഫക്റ്റ് ചെയ്യുന്നത് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ എങ്ങനെയാണ് അത് പിന്നെ ഡബിൾ എൻട്രി സിസ്റ്റം കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഡെബിറ്റും അതുപോലെ തന്നെ ക്രെഡിറ്റും കൊടുക്കുന്നതിനനുസരിച്ചാണ് എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്. പേഴ്സണൽ, റിയൽ, നോമിനൽ. പേഴ്സണൽ എന്ന് പറയുന്ന അക്കൗണ്ടിൽ ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗീവർ. അതുപോലെ തന്നെ റിയലിൽ വരുന്നത് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ആൻഡ് നോമിനലിൽ ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഇത്രയും കാര്യങ്ങൾ വളരെ ഭംഗിയായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് 1, 2, 3 തവണ ഈ ക്ലാസ് കേൾക്കുക. ഏതെങ്കിലും തരത്തിൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം, എന്നെ ബന്ധപ്പെടാം. മെയിൽ അയക്കുകയോ വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ നേരിട്ടോ ഒക്കെ വിളിച്ച് നിങ്ങളുടെ ഡൗട്ടുകൾ തീർക്കുക. ഏതായാലും നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്കാരം.